എല്ലാവർക്കും നമസ്കാരം. മൺകുടം കരിങ്കല്ലിനോട് യുദ്ധം ചെയ്താൽ 1000 ഓടിൻ കഷ്ണങ്ങളായി മാറുമെന്ന് ചാണക്യൻ. ഭാരതാംബ മതചിഹ്നമാണോ എന്ന് ഹൈക്കോടതി. പ്രിയരെ, നിങ്ങൾ ഒരു കാര്യം പറഞ്ഞോ? മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയി കേട്ടോ. ഡോക്ടർ അനിൽകുമാറിനെ കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് മാറ്റി എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ പറഞ്ഞു വിട്ടു. എന്തൊക്കെയായിരുന്നു അവസാനം. തനിക്ക് ദാനും പൂരയ്ക്ക് തൂണും മാത്രമേ കൂട്ടുണ്ടാകൂ എന്ന് അനിൽകുമാറിന് മനസ്സിലായി. കഷ്ടം. നമ്മുടെ നാട്ടിൽ ബുദ്ധി ഉറയ്ക്കാത്ത കൊച്ചുകുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കാണിച്ചിട്ടുണ്ടോ? ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ആരെ വാ എന്നും നിനക്ക് ഭയങ്കര ചുണയാണ് എന്നും ഒക്കെ പറഞ്ഞ് പീരി കയറ്റിക്കൊണ്ടിരിക്കും. അതേപോലെയാണ് ST കോളേജിൽ നിന്നും ഡെപ്യൂട്ടേഷന് കേരള യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാർ എന്ന പദവിയിലേക്ക് താൽക്കാലികമായി വന്ന അനിൽകുമാറിനോട് സിൻഡിക്കേറ്റിലെ ചില സഖാക്കൾ പീരി കയറ്റിയത്. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിച്ചത്. താൻ ആരാണ്, തന്റെ പദവി എന്താണ്, താൻ ആരോടാണ് മുട്ടാൻ പോകുന്നത് എന്നൊന്നും ആലോചിക്കാതെ എടുത്തു ചാടി പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ മര്യാദ പഠിപ്പിക്കാൻ ചെന്ന അടിയും കൊണ്ട് പുളിയും തിന്ന് വെള്ളം കുടിച്ച് പിന്നെ കരവും കൊടുക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നനഞ്ഞ പൂച്ചയെ പോലെ പഴയ ലാവണത്തിൽ. ഡോക്ടർ അനിൽകുമാറിനെ പോലെ ഇത്രയും ഗതികെട്ടവൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ കർത്താവേ? മറ്റുള്ളവരുടെ വാക്ക് കേട്ടിറങ്ങി പുറപ്പെട്ട കുരങ്ങന്റെ ഗതി എന്തൊക്കെയായിരുന്നു? അമ്പും വില്ലും മലപ്പുറം കത്തി. നമുക്ക് വാർത്തയിലേക്ക് വരാം. 2025 ജൂൺ മാസം 25 അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചിരുന്നു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആയിരുന്നു മുഖ്യാതിഥി. PSCയുടെ നിർദ്ദേശപ്രകാരം പരിപാടിക്ക് രജിസ്ട്രാർ അനുമതി നൽകി. അപ്പോഴാണ് SFI പ്രവർത്തകരിൽ ചിലർ ഭാരതാംബയുടെ ചിത്രം ഹാളിൽ വെച്ചിരിക്കുകയാണ് എന്ന് ഡോക്ടർ അനിൽകുമാർ എന്ന കേരള രജിസ്ട്രാറെ അറിയിച്ചത്. കേട്ട പാതി കേൾക്കാത്ത പാതി ഗവർണർ തന്റെ പിതാമഹനാണ്, അന്നദാതാവാണ് എന്നും ചിന്തിക്കാതെ രാഷ്ട്രീയ നേതൃത്വം സുരക്ഷിതമായി സംരക്ഷിക്കുമെന്ന് വിചാരിച്ച് ആ ഹാളിന് അനുമതി റദ്ദാക്കി. ഇതിനിടെ ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ എന്ന 50 വർഷം RSSന്റെ നെടുന്തൂണായി പ്രവർത്തിച്ച അദ്ദേഹം അവിടേക്ക് എത്തുകയും പോലീസിന്റെ അകമ്പടിയോടെ സെനറ്റ് ഹാളിൽ പ്രവേശിക്കുകയും ചെയ്തു. തന്റെ കർത്തവ്യം നടത്തി തിരിച്ചു പോയതിനു ശേഷം കേരള VC ആയ ശ്രീ മോഹൻ കുന്നുമേൽ ഈ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. ശേഷം വലിയൊരു വിദ്യാർത്ഥി രാഷ്ട്രീയ സർവകലാശാല ഉദ്യോഗസ്ഥ പ്രക്ഷോഭത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല ഓലപ്പാമ്പ് കാണിച്ച് 50 വർഷത്തെ സംഘപരിചയമുള്ള RSSകാരനെ വിരട്ടാൻ ശ്രമിച്ചുവെങ്കിലും കുളത്തിനോട് വെറുത്താൽ നാറുമെന്ന് പറഞ്ഞതുപോലെ വാല് ചുരുട്ടി ഓടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 2025 ഡിസംബർ 17 കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിന്റെ ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് ശാസ്താംകോട്ട DB കോളേജിലേക്ക് പ്രിൻസിപ്പളായി തിരികെ നിയമിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? അനിൽകുമാറെ, ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഇവിടെ സുപ്രീം കോടതി വിചാരിച്ചിട്ട് കുലുങ്ങാത്ത ഗവർണർ രജിസ്ട്രാർ വിചാരിച്ചാൽ കുലുങ്ങുമോ? ആള് നോക്കി കളിക്കേണ്ട എന്റെ അനിൽകുമാറെ, കഷ്ടം. അങ്ങനെ കേരള സർവകലാശാല രജിസ്ട്രാറായ 150ലധികം കോളേജുകളിലെ ഭരണാധികാരിയായ അനിൽകുമാർ വീണ്ടും മൂഷിക സ്ത്രീയായി. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. എന്നാ പിന്നെ അനുഭവിച്ചോ?